ഇതിലും സദസ്സിലുമുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരെ, ബാണപെരുമാൾ, ചേരമാൻ പെരുമാൾ തുടങ്ങിയ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം പശ്ചിമതീരത്തെത്തിയത്. ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലാണ് നിർമ്മിച്ചതെങ്കിൽ മാലിക് ദിനാറിൻ്റെ ദൗത്യസംഘത്തിൻ്റെ രണ്ടാമത്തെ പള്ളി നിർമ്മിച്ചത് കോഴിക്കോട്ടെ ചാലിയം പുഴക്കര പള്ളിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കോഴിക്കോട്ടെ മുസ്ലിമുകളുടെ ചരിത്രം അനാവരണം ചെയ്യുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് കോഴിക്കോട്ടെ മുസ്ലിമുകളുടെ ചരിത്രം. വളരെ സാഹസമായ പ്രയത്നത്തിലൂടെ 8 വർഷത്തെ പരിശ്രമത്തിലൂടെ പൂർത്തിയാക്കിയ ഈ ഗ്രന്ഥം അക്കാദമിക് തലങ്ങളിലും ചരിത്ര കേരളത്തിലും ശ്രദ്ധേയമായി. 1996 ഒന്നാം പതിപ്പായും 2012 രണ്ടാം പതിപ്പായും പുറത്തു വന്ന ഗ്രന്ഥം 1997 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് വകുപ്പ് ഇന്ത്യയിലെ 30 സർവകലാശാലയിലെ റഫറൻസ് വിഭാഗത്തിലേക്ക് അന്നത്തെ 3 പാർലമെൻറ്റ് അംഗങ്ങളായിരുന്ന അഹമ്മദ് സാഹിബ്, കെ മുരളീധരൻ MP, അബ്ദുസ്സമദ് സമദാനി എന്നിവരുടെ ശുപാർശയോടെ തിരഞ്ഞെടുത്തു. ഇന്ന് 3ാം പതിപ്പിലേക്ക് എത്തുമ്പോൾ അക്കാദമിക് തലങ്ങളിലും ചരിത്ര കേരളത്തിൻ്റെ ചരിത്രപാതയിൽ ചെറിയൊരു ഇടം നേടാനും ഈ ഗ്രന്ഥത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ കോളേജുകളിലും സർവകലാശാലകളിലും ചരിത്ര പഠിതാക്കളായ 40ഓളം പേർ അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഇത് അവലംബമാക്കിയിട്ടുണ്ട്. പുസ്തകത്തെ അടിസ്ഥാനമാക്കി തിരുവല്ലക്കാരിയായ ബോംബെ സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദധാരിയായിരുന്ന ലിജി എന്ന പെൺകുട്ടി കോഴിക്കോട്ടെത്തി നിർമ്മിച്ചതാണ് ദ മെമ്മറി ഓഫ് അറേബ്യൻ സീ, അറബിക്കടലിൻ്റെ ഓർമ്മകൾ എന്ന ഡോക്യുമെൻ്ററിയും ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഡോക്യുമെൻ്റ് 1 ലക്ഷം രൂപേൻ്റെ അവാർഡ്, ആ വർഷത്തെ ഡോക്യുമെൻ്റ് അവാർഡ്, ചരിത്രത്തിൻ്റെ അവാർഡിന് അവൾക്ക് കിട്ടുകയും ചെയ്തു. ചരിത്രം വേറെ ജീവചരിത്രം വേറെ എന്ന പരിഗണന പുസ്തകത്തിന് വേണ്ടതെന്ന് പല ചരിത്രകാരന്മാരുടെയും ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ 3ാമതൊരു പതിപ്പ് പുറത്തിറക്കുമ്പോൾ ചരിത്രഗ്രന്ഥം മാത്രമായി പരിമിതപ്പെടുത്തേണ്ടി വന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന 800ഓളം പേജുള്ള ഈ 3ാം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ ഇസ്ലാമിക മത ചരിത്ര സാംസ്കാരിക പ്രസിദ്ധീകരണത്തിൽ മുൻനിരയിലെത്തി അനേകം പുസ്തകങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ഏറെ പ്രശസ്തമായ കോഴിക്കോട്ടെ യുവത ബുക്സ് എന്ന പ്രസിദ്ധീകരണാലയമാണ്. അവരുടെ മറ്റൊരു മഹത്തായ സംരംഭമാണ് ചരിത്രരചനയിൽ ഇങ്ങനെ ഒരു വേറിട്ട ഒരു മുസ്ലിം ചരിത്രം പ്രസിദ്ധീകരിക്കുക എന്ന ദൗത്യം. മതവിജ്ഞാന രംഗത്തും കനപ്പെട്ട പുസ്തകങ്ങൾക്ക് ജന്മം നൽകിയ അവരുടെ മറ്റൊരു സാഹസമാണ് ഈ ചരിത്രഗ്രന്ഥം. പ്രസിദ്ധീകരണ രംഗത്ത് കച്ചവട കണ്ണോ ലാഭനഷ്ട കണക്കുകളോ നോക്കാതെ ഒരു ദൈവികമായ ഒരു അർപ്പണ മനസ്സോടെയാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പലതും പുറത്തു വന്നിട്ടുള്ളത്. മതപരമായ വിജ്ഞാനത്തോടൊപ്പം മുസ്ലിം ചരിത്രവും വരണം എന്ന് അത് തലമുറകൾക്ക് ഉപകാരപ്പെടണമെന്ന സൽക്കർമ്മമാണ് അവരിന്ന് ഇവിടെ സമർപ്പിക്കുന്ന എൻ്റെ ഈ ചരിത്രഗ്രന്ഥം. ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ അൽ കാസിമി സംഘടിപ്പിച്ചു വരുന്ന ഒരു 2 ആഴ്ച നീണ്ടുനിന്ന ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന യുവതയുടെ ഇത്തവണത്തെ പ്രധാന ചടങ്ങിൽ മലയാള മണ്ണിൽ വേരുള്ള ഷാർജ റിട്ടയേർഡ് പോലീസ് മേജർ അബ്ദുൽ കരീം അഹമ്മദ് ബിൻ ഈദ് ആണ് ഈ പുസ്തകം സമർപ്പിച്ചത്. ഗ്രീസ് അതിഥിയായ ഈ മേളയിൽ ഇത്തവണ 26 രാജ്യങ്ങളിൽ നിന്നും 1599 പ്രസാധകർ പങ്കെടുത്തു. 15 ലക്ഷത്തോളം സന്ദർശകരും എത്തി. ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടാൻ കഴിയാതെ പോയ കോഴിക്കോട് സർവകലാശാലയിലെ ഒരു ജീവനക്കാരൻ മാത്രമായിരുന്ന എന്നെ എൻ്റെ ചരിത്രത്തോടുള്ള കൗതുകം മനസ്സിലാക്കി ചരിത്ര രചനയുടെ വഴിയിലേക്ക് കൈപിടിച്ച് ഒരു ശിഷ്യനായി സ്വീകരിച്ചത് പർവ്വതതുല്യനായി ഞാൻ കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട ഞാൻ സ്മരിക്കുന്ന കേരള ചരിത്രത്തിൻ്റെ ഋഷി തുല്യനും ലെജൻഡുമായ ചരിത്ര പണ്ഡിതൻ ബഹുമാന്യനായ MGS നാരായണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇഖ്റ എന്ന തിരുവചനത്തിൻ്റെ നാഥന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് എന്നെ കൊണ്ടുപോയ പിതാവിൻ്റെ ഓർമ്മകളോടെ ഞാൻ നിർത്തട്ടെ. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് എന്നോടൊപ്പം നിന്ന യുവതയുടെ ഡയറക്ടർ ഡോക്ടർ അൻവർ സാദത്ത്, CEO ആർവൻ
കക്കാട്, യഹിയ, മായിൻ എന്നിവരെ സ്നേഹത്തോടെ ഓർക്കട്ടെ. ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാന്യരായ പി ശിവദാസൻ സാർ, എ പി കുഞ്ഞാമു, MSSൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നിവരോടും മുഹമ്മദ് കോയ, എഞ്ചിനീയർ പി മുഹമ്മദ് കോയ, KP സക്കരിയ, ഡോക്ടർ PT നൗഫൽ, ഡോക്ടർ അഫ്സാൻ അബ്ദുസമദ് സത്താർ എന്നിവരോടും എൻ്റെ കൃതജ്ഞത അറിയിക്കട്ടെ. പുസ്തകം പ്രകാശനം ജനകീയനായ ഒരു പാർലമെൻറ്റ് മെമ്പർ MK രാഘവൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റതായിരുന്നു. അവിചാരിതമായി ബാലുശ്ശേരിയിലെ ഒരു പ്രധാന പാർട്ടി സംബന്ധമായ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ലെന്ന് വിനയപൂർവ്വം എന്നെ അറിയിക്കുകയുണ്ടായി. പുസ്തകത്തിൽ സ്വീകരിച്ച ബിസിനസ്സുകാരനായ ഹാഷിം, PO ഹാഷിം ചരിത്രകാരനല്ലല്ലോ എന്ന സന്ദേഹം ചിലർ സൂചിപ്പിച്ചു. ഇത്തരം സാധാരണ പുസ്തകങ്ങൾ വാങ്ങൽ ചരിത്രകാരന്മാരാണല്ലോ. ചരിത്ര തൽപരനാണെന്ന വിശേഷണമാണ് മുഖ്യാതിഥിയായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത്. അദ്ദേഹം തൻ്റെ സൗത്ത് ബീച്ചിലുള്ള ആസ്ഥാന മന്ദിരത്തിലെ ഒരു വിശാലമായ മുറിയിൽ സജ്ജീകരിച്ച ഒരു മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷകർക്കും ഒരു വിസ്മയമാണ്. അറബ് ഗൾഫ് നാടുകളിലെ വ്യാപാര ബന്ധങ്ങളിലൂടെ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച പൂർവികരുടെ വ്യാപാര ബന്ധത്തിൻ്റെ നൂറ്റാണ്ടുകൾ പിന്നിട്ട അപൂർവ രേഖകൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വരുന്നു. ഈ സംരംഭം ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. ഫിഫ കപ്പ് തുടങ്ങി പല ശ്രദ്ധേയമായ വിദേശ പ്രദർശനങ്ങളിലും മുഖ്യാതിഥിയായി അവരുടെ ക്ഷണപ്രകാരം സംബന്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ ചടങ്ങിലെ സംഘടനയുടെ യുവതയുടെയും എൻ്റെയും അഭ്യർത്ഥന മാനിച്ച് ഇതിന് ഭംഗിയാക്കി തന്ന ഹാഷിമിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.